അടിപൊളി. അരെ വാ, നല്ല സുഖം കൊണ്ടിരിക്കുക. ഒരാഴ്ചത്തെ വെക്കേഷനാണ് അനിയൻ ശ്രീരാജ് നാട്ടിലെത്തിയിട്ടുള്ളത്. ഇനി 3-4 ദിവസമേ ഉള്ളൂ തിരിച്ചു പോകാൻ. അതിനു മുമ്പായിട്ട് ഞങ്ങൾ ഒരു യാത്ര പോവാണ്. എങ്ങോട്ടാണ് പോകണതെന്ന് ചോദിച്ചാൽ അതിന് പ്രത്യേകിച്ച് ഉത്തരമൊന്നുമില്ല. ഇപ്പം സമയം 12:30 ആവാറായിട്ടുണ്ട്. അതായത് നട്ടുച്ചയ്ക്കാണ് ഞങ്ങൾ യാത്ര പുറപ്പെട്ടത്. ഇപ്പം തന്നെ ചെറിയ വിശപ്പുണ്ട്. തൃശ്ശൂർ എത്തുമ്പോഴേക്കും അത് കൂടെയുള്ളൂ. കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാമിൽ ഒരു റീല് കണ്ടിരുന്നു. കിഴക്കേക്കോട്ട ഭാഗത്ത് പുതിയ അലങ്കാർ റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആയിട്ടുണ്ടെന്ന്. അത് കണ്ടപ്പോൾ മുതൽ ഒന്ന് വിസിറ്റ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിട്ടിരിക്കുകയാണ്. തൃശ്ശൂർ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് അടുത്തുള്ള പഴയ അലങ്കാറിൽ സ്ഥിരം വിസിറ്റേഴ്സാണ് ഞങ്ങൾ. ഈയിടെ അവിടെ പോയിട്ടൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് പുതിയ അലങ്കാർ ഓപ്പൺ ആയത്. എന്നാൽ പിന്നെ ആദ്യത്തെ വീഡിയോ പുതിയ അലങ്കാറിൽ തന്നെ ആവട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ തൃശ്ശൂർ എത്തിയിരിക്കുകയാണ്. ഇതുവരെയുള്ള ഡിസ്കഷൻ പ്രകാരം പാലക്കാട് കോയമ്പത്തൂർ റൂട്ട് പിടിച്ചിട്ട് തമിഴ്നാട്ടിൽ ഏതെങ്കിലും ഒരു സ്പോട്ടിലേക്ക് പോകാനാണ് പ്ലാൻ. എന്തായാലും ആദ്യം ലഞ്ച് കഴിക്കാം. ഫുഡൊക്കെ അടിച്ചിട്ട് സമാധാനമായിട്ട് ആലോചിക്കുമ്പോൾ നല്ല നല്ല പ്ലാനുകൾ വരും. വിശന്നിട്ടേ അമ്മയൊക്കെ തളർന്നുറങ്ങിപ്പോയി. ദീപമാണെങ്കിൽ ഇതേ കൂട്ടുവായിട്ടോണ്ടിരിക്കുക. എന്തെങ്കിലും അങ്ങോട്ട് അകത്തേക്ക് ചെന്നാലേ രണ്ടാൾക്കും ജീവൻ വരുള്ളൂ. പുത്തമ്പള്ളി ഭാഗത്ത് ഒരാളെ കാണാനുള്ളതുകൊണ്ടേ ഞങ്ങൾ ആ വഴിക്കാണ് അലങ്കാറിലേക്ക് പോയത്. സെൻറ് തോമസ് കോളേജ് റോഡിൽ സെലക്സ് മാൾ എത്തുന്നതിന് മുമ്പായിട്ട് ഇടതുവശത്താണ് പുതിയ അലങ്കാർ റെസ്റ്റോറൻ്റ് ഉള്ളത്. റെസ്റ്റോറൻ്റ് ബാക്കിലായിട്ട് അത്യാവശ്യം വിശാലമായിട്ടുള്ള ഒരു കാർ പാർക്കിംഗ് സൗകര്യവും റെസ്റ്റോറൻ്റ് മുമ്പിലായിട്ട് ബൈക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യവും ഒക്കെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി അകത്തേക്ക് കടക്കുകയാണെങ്കിൽ കയറി ചെല്ലുമ്പോൾ തന്നെ അടിപൊളി എന്ന് പറയുന്ന രീതിയിൽ ഈ അറ്റം മുതൽ ആ അറ്റം വരെ മനോഹരമായിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയ, നല്ലൊരു പ്രീമിയം സെറ്റപ്പുള്ള റെസ്റ്റോറൻറ്റ്. ഭാഗ്യത്തിന് ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നേ ഇല്ല. ചെന്നുടനെ തന്നെ നല്ലൊരു സ്പോട്ട് ഇരിക്കാൻ കിട്ടി. ഹാപ്പിയായി. എങ്ങനെയുണ്ട് അമ്മ ഈ റെസ്റ്റോറൻറ്റ്? നല്ല ഭംഗിയുണ്ടല്ലേ? പതിവ് പോലെ ആദ്യം ചൂടുവെള്ളം എത്തി. ഇത്തിരി ചൂടുവെള്ളം അങ്ങോട്ട് എത്തിയെന്നാലേ ആ റൂട്ടൊക്കെ അങ്ങോട്ട് ക്ലിയറായി കിട്ടും. ഫുഡ് കഴിക്കുമ്പോൾ എവിടെയും ഒരു തടസ്സമോ ഒന്നും ഉണ്ടാവാൻ പാടില്ലേ. തൊട്ട് പുറകെ പ്ലേറ്റും എത്തി. ഞങ്ങൾ ഓർഡർ ചെയ്തത് 2 കേരള പൊറോട്ടയും പിന്നെ ഒരു ചിക്കൻ ബിരിയാണിയും വെജ് ഫ്രൈഡ് റൈസും പിന്നൊരു ചില്ലി ഗോപിയും എഗ്ഗ് ബിരിയാണിയുമാണ്. നല്ല പൂ പോലത്തെ പൊറോട്ടയായിരുന്നു. പൊറോട്ട വേണ്ടാന്ന് പറഞ്ഞ ശ്രീരാജ് പോലും പകുതി പിന്നെ വേണമെന്നായി. വളരെ സന്തോഷത്തോടെ തൻ്റെ പൊറോട്ട 2 കൈ നീട്ടിയാണ് ദീപ് സ്വീകരിച്ചത്. അമ്മ ഇടയ്ക്കിടയ്ക്ക് ആവശ്യപ്പെടാറുള്ള ഒരു ഐറ്റമാണ് അലങ്കാറിലെ വെജ് ഫ്രൈഡ് റൈസ്. ഞാനും ചീജും ദീപും ഞങ്ങൾ 3 പേരും പൊറോട്ടയിലാണ് തുടങ്ങിയത്. ഫ്രൈഡ് റൈസ് എങ്ങനെയുണ്ടെന്ന് അമ്മോട് ചോദിച്ചപ്പോൾ വളരെ നന്നായിട്ടുണ്ടെന്നാണ് ആൾ പറഞ്ഞത്. ഇവിടുത്തെ പൊറോട്ടയായാലും ചില്ലി ഗോപിയായാലും ഒരു രക്ഷയില്ല കേട്ടോ. നല്ല കിട്ടില്ല സോഫ്റ്റ് പൊറോട്ടയും ഉഗ്രൻ ചില്ലി ഗോപിയും. പൊറോട്ട അടിപൊളിയുണ്ടല്ലേ? ഒരു പീസ് സോഫ്റ്റ് പൊറോട്ടയും കുറച്ച് ചില്ലി ഗോപിയും ഞാനും കഴിച്ചു. അടിപൊളി. ഈ അടുത്ത കാലത്തൊന്നും ഇത്രയും നല്ല പൊറോട്ടയും ചില്ലി ഗോപിയും ഞാൻ കഴിച്ചിട്ടില്ല. ചില്ലി ഗോപിയിലെ ക്യാപ്സിക്കം വരെ നല്ല കിടിലൻ ടേസ്റ്റ്. സൂപ്പർ പൊറോട്ട, സൂപ്പർ ചില്ലി ഗോപി. ഒരു കാര്യം ഉറപ്പായി, ചില്ലി ഗോപി ഇങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ബിരിയാണിയും നല്ല കിടിലോസ്കി ആയിട്ടായിരിക്കും. ഞാൻ തന്നെയാണ് ആദ്യം ചിക്കൻ ബിരിയാണി ടേസ്റ്റ് ചെയ്തതും. സൂപ്പർ ബിരിയാണി, റൈസും നല്ല ബിരിയാണി. വേഗം തന്നെ ദീപും ബിരിയാണി ട്രൈ ചെയ്തു. റൈസും ചിക്കനും മസാലയും എല്ലാം അടിപൊളിയായിട്ട് കേട്ടോ. ശ്രീരാജനോട് അഭിപ്രായം ചോദിച്ചപ്പോൾ അവൻ ഞങ്ങളെ കളിയാക്കണ മട്ടിൽ ഒരു എക്സ്പ്രഷൻ ഇട്ടു. അടുത്തത് എഗ്ഗ് ബിരിയാണി ആയിരുന്നു. ഒരു ഫുൾ മുട്ടയും കുറച്ച് റൈസും ഞാനെടുത്തു. ഒരു ഫുൾ മുട്ട എടുക്കുന്നുണ്ട്, ഒന്നും തോന്നരുത്. സാധാരണ ഈ എഗ്ഗ് ബിരിയാണിയൊക്കെ കഴിക്കുമ്പോൾ പ്രത്യേകിച്ച് വലിയ ഫ്ലേവറൊന്നും തോന്നാറില്ല. പക്ഷേ ഇവിടുത്തെ ഒരു എഗ്ഗ് ബിരിയാണിയുടെ മസാലയും ഫ്ലേവറും
ഒരു രക്ഷയില്ല. ടേസ്റ്റ് വൈസ് ചിക്കൻ ബിരിയാണിയുടെ തൊട്ടടുത്തേക്ക് തന്നെ എത്തിയിട്ടുണ്ട് എഗ്ഗ് ബിരിയാണി. ബിരിയാണി കഴിക്കുമ്പോൾ മുട്ട ഇങ്ങനെ വിഴുങ്ങാന്ന് പറഞ്ഞാൽ അതെൻ്റെ ഒരു വീക്ക്നെസ്സാണ്. അതുപോലെ തന്നെ എൻ്റെ ഫേവറേറ്റാണ് ബിരിയാണിയുടെ ഒപ്പം കിട്ടുന്ന ലൈം പിക്കിളും. ബിരിയാണി എപ്പോൾ കഴിച്ച് ഫിനിഷ് ചെയ്യുമ്പോഴും കുറച്ച് ലൈം പിക്കിളും പ്ലെയിൻ ബിരിയാണി റൈസും കൂട്ടി പിടിക്കുക എന്നുള്ളത് വേറൊരു ഫീലാണ്. വയറ്റിൽ കാര്യമായിട്ട് സ്പേസ് ഇല്ലെങ്കിലും കുറച്ച് വെജ് ഫ്രൈഡ് റൈസും ഞാൻ ടേസ്റ്റ് നോക്കി. അതും കിടിലനായിരുന്നു കേട്ടാ. സത്യം പറഞ്ഞാൽ വെജ് ഫ്രൈഡ് റൈസിന് കറിയുടെ ആവശ്യം തന്നെ ഇല്ല. ഒരു പ്രത്യേക ഫ്ലേവറൊക്കെ ആയിട്ട് നല്ല കിടിലൻ ഫ്രൈഡ് റൈസ്. ഓരോ ഫുഡും അടിപൊളിയുണ്ട്, എല്ലാം ഒന്നിനൊന്ന് വെച്ചോ. എല്ലാം കൊണ്ടും ഒരു കിടിലൻ ലഞ്ചായിരുന്നു അലങ്കാറുള്ളത്. ഒരു മണി പോലും ഞങ്ങൾ വേസ്റ്റാക്കിയില്ല. തിരക്ക് നിയന്ത്രിക്കാനും ആൾക്കാർക്ക് ഇരുന്ന് വെയിറ്റ് ചെയ്യാനായിട്ട് ഒരു വെയിറ്റിംഗ് ഏരിയ ഒക്കെ ഇവർ ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ തൃശ്ശൂരുള്ള തിരക്കുള്ള പല റെസ്റ്റോറൻറ്റുകൾക്കും ഇതൊരു മാതൃകയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ കഴിച്ചതിൻ്റെ ടോട്ടൽ ബിൽ എമൗണ്ട് എന്ന് പറയണത്. അങ്ങനെ ബില്ലൊക്കെ പേ ചെയ്ത് നല്ല ഫുഡ് കഴിച്ച സംതൃപ്തിയോടെ ഞങ്ങൾ അലങ്കാറിൽ നിന്ന് ഇറങ്ങി. ആ വിശപ്പൊക്കെ അങ്ങോട്ട് മാറിയപ്പോഴാണ് ഒരു ഉഷാർ വന്നത്. വയറും മനസ്സും നിറഞ്ഞിരിക്കുമ്പോൾ ആകാശത്തിനൊക്കെ എന്താ ഒരു ഭംഗിയില്ലേ. ഇപ്പോൾ അലങ്കാർ ഓപ്പണായ പോലെ തന്നെ കിഴക്കേക്കോട്ട ഭാഗത്ത് ഇടയ്ക്കിടയ്ക്ക് പുതിയ പുതിയ ഓരോ റെസ്റ്റോറൻറ്റുകളും കഫേസും ഒക്കെ ഓപ്പണാവുന്നുണ്ട്. അതിൽ പലതും നമ്മുടെ ഫേവറേറ്റ്സാണ്. ഒരു തവണ പോയിട്ടുള്ളൂവെങ്കിലും പുതിയ അലങ്കാറും ആ ലിസ്റ്റിലേക്ക് ഇടം പിടിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഞങ്ങൾ മണ്ണുത്തി സർവീസ് റോഡിൽ നിന്ന് NH47ലേക്ക് കയറാൻ പോവാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് വണ്ടി പോണത് അറിയേയില്ല. യാത്രയുടെ ഒരു രസം ശരിക്കും തുടങ്ങാൻ പോണത് ഇതുപോലുള്ള ഹൈവേയിലെത്തുമ്പോഴാണ്. ശ്രീരാജ് ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഡ്രൈവ് ചെയ്തിട്ടുള്ളത് ലാസ്റ്റ് കോയമ്പത്തൂർ വഴി ഞങ്ങളുടെ ട്രിപ്പിലാണ്. ഈ വണ്ടി റെൻ്റാണല്ലോ. ഇതിൻ്റെ ഒരു പെർഫോമൻസ് കോയമ്പത്തൂർ എത്തുന്നവരെ എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് പിന്നെ തീരുമാനിക്കാമെന്നാണ് ശ്രീരാജ് പറയണത്. ദീപുവിനും അമ്മയ്ക്കും ഈ വണ്ടി വളരെ ഇഷ്ടമായിട്ടുണ്ട്. ഇനി എൻ്റെ അഭിപ്രായം ചോദിക്കുകയാണെങ്കിൽ എന്തായാലും കോയമ്പത്തൂർ പോയിട്ട് കോയമ്പത്തൂർ നിൽക്കണോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോകണോ എന്നുള്ളത് ഞങ്ങൾ അവിടെ ചെന്ന് പ്ലാൻ ചെയ്യും. ഇനി ഇവിടുന്ന് ഏകദേശം 12 കിലോമീറ്ററോളം ഉണ്ട് കുതിരാൻ ടണലിലേക്ക്. എന്നാലും 2 മിനിറ്റ് ഇടവിട്ട് അമ്മയും ദീപും ചോദിച്ചുകൊണ്ടിരിക്കും, ഈ റൂട്ടിലല്ലേ മോനെ കുതിരാൻ? ചേട്ടാ ഇനി കുതിരാനിലേക്ക് എത്ര ദൂരമുണ്ട്? ഇങ്ങനെ പല പല ചോദ്യങ്ങൾ. അങ്ങനെ ചോദിച്ച് ഒടുവിൽ കുതിരാൻ തുരങ്കം എത്തിയിട്ടാ. കുതിരാൻ സംഗതി എത്ര തവണ ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോയാലും പിന്നെയും പോകുമ്പോഴും ഒരു പ്രത്യേക രസമാണ്. ദുബായിൽ ഷിന്തഗ ടണൽ എന്ന് പറഞ്ഞിട്ട് ഇതുപോലൊരു തുരങ്കമുണ്ട്. എനിക്കെപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോകുമ്പോഴും ആ ഒരു ടണലാണ് ഓർമ്മ വരിക. ദുബായിനെ പറ്റി ഓർമ്മ വന്നാൽ പിന്നെ എൻ്റെ അടുത്ത ചിന്ത എങ്ങനെയെങ്കിലും അമ്മേനെയും ദീപുവിന് ദുബായിലൊക്കെ കൊണ്ടുപോയിട്ട് അവിടെയൊക്കെ ഒന്ന് കാണിക്കണം എന്നുള്ളതാണ്. എല്ലാത്തിനും അതിൻ്റേതായൊരു സമയമുണ്ടല്ലോ. അങ്ങനെ ചെറിയൊരു ദുബായ് സ്വപ്നം തീരുമ്പോഴേക്കും നമ്മുടെ ടണലും തീർന്നു. കുറച്ച് നാളായിട്ട് തമിഴ്നാട്ടിലേക്ക് പോകാമെന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം വരുന്ന ആഗ്രഹം എന്ന് പറയണത് മധുരൈ മീനാക്ഷി ടെമ്പിളോ തഞ്ചാവൂരോ ശ്രീരംഗോ ചിദംബരോ അങ്ങനെ പ്രധാനപ്പെട്ട ഈ ക്ഷേത്രങ്ങളൊക്കെ സന്ദർശിക്കണം എന്നുള്ളതാണ്. ഇക്കാര്യം ശ്രീരാജിനോട് പറഞ്ഞപ്പോഴേ അവൻ ചോദിക്കായിരുന്നു ഇതിലേതാണ് ഏറ്റവും അടുത്തുള്ള ടെമ്പിൾ എന്ന്. അത് ശ്രീരംഗാണ്. ആദ്യം കോയമ്പത്തൂർ എത്തിയിട്ട് വണ്ടി ഒന്ന് നിർത്താം, എന്നിട്ട് 1.5 മണിക്കൂർ റെസ്റ്റ് ചെയ്തിട്ട് പിന്നെ നേരെ വേണമെങ്കിൽ ശ്രീരംഗത്തേക്ക് പോകാമെന്നാണ് അവൻ പറയണേ. ഞാനും അമ്മയും ദീപും പോണേൻ്റെ കൂടെ ശ്രീരാജും കൂടി വരുമ്പോഴാണ് ഞങ്ങളുടെ ഫാമിലി മൊത്തത്തിലൊന്ന് ഉണരുക. ഒരുപാട് വിശേഷങ്ങളും വർത്താനം തമാശയൊക്കെ പറഞ്ഞ് ഇടയ്ക്ക് അന്താക്ഷരി പോലെ ചില കളികളും ഒക്കെ ആയിട്ടാണ് യാത്ര. പാടേ മറന്നൊന്നും ചെയ്തുകൂടാ. അപ്പൊ എന്തൊരു ചേയാണോ പായാണോ കൂവാണോ ഏതായിരുന്നു? കാലേ കാക്ക തമ്പുരാട്ടി കറുത്ത മണവാട്ടി കൂടെ വരൂ, അങ്ങനെയല്ല കൂടെ വിടെ. അപ്പൊ കൂ തന്നെ വീണ്ടും. അതെ, അത് വഞ്ചിപ്പാട്ട് മറ്റേ വള്ളംകളിയുടെ. ഹായ്, ഓൺലി മൂവി സോങ്സ്. പിന്നെ കാ പറയുമ്പോ കാലാണ്. ആ ആ ആ ആ
കണ്ണ വരത് കംപ്ലീറ്റ് ചെയ്യണ്ടപ്പത്. എന്തെങ്കിലും ഒരു വലിയ അക്ഷരം എന്താ? കാ ചീച്ചോ? ആ ഒരു പാട്ട് കാ വെച്ചിട്ട് കറുത്ത പെണ്ണി കാണാഞ്ഞിട്ടൊരു വരുത്തപ്പെട്ടേൻ വണ്ടായി ചമഞ്ഞേനടി ചാ കഴിഞ്ഞ ചാവച്ചങ്ങൾ ചത്ത ചന്ദനങ്ങൾ ഇന്ദ്രധനുസിൻ നിനക്ക് ഒരു കാ വന്നിരിക്കണ കാവ് കാ വെച്ചിട്ട് ഇപ്പൊ ഏതാ പറയാ? കാ കാ കരിമുകിൽ കാട്ടിലെ അരെ വാ രജനി തൻ വീട്ടിലെ കനകാംബരങ്ങൾ കടത്തു വെള്ളം അല്ല വെള്ളല്ല വള്ളം യാത്രയായി നീ മാത്രമായി ഞാനാ നീയാ മാ ഓ ഈ പിള്ളേര് നല്ല റിസ്ക് ഉള്ള വഴി കൂടെ ക്രോസ് ചെയ്ത് പോകണല്ലേ അവരുടെ പഠനത്തിനായി. അങ്ങനെ കളിയും ചിരിയൊക്കെ ആയിട്ട് യാത്ര തുടർന്നു. സമയം ഏതാണ്ട് ഇരുട്ടാൻ തുടങ്ങി. ഞങ്ങളിപ്പോൾ കോയമ്പത്തൂർ ടച്ച് ചെയ്യാണ്ട് നേരെ ശ്രീരംഗം പോയിക്കൊണ്ടിരിക്കുകയാണ്. തമിഴ്നാട്ടിലെ റോഡൊക്കെ അടിപൊളിയാണെങ്കിലും ഇവിടുത്തെ ആൾക്കാരുടെ ഡ്രൈവിംഗ് കണ്ടാൽ നമുക്ക് പേടിയാവും. പ്രത്യേകിച്ച് 2 വീലേഴ്സൊക്കെ. നമ്മുടെ നാട്ടിലെ പോലെ ഹെൽമെറ്റൊന്നും ഇവിടെ സ്ട്രിക്റ്റ് അല്ലല്ലോ. ഗൾഫിലൊക്കെ ഡ്രൈവ് ചെയ്ത് ശീലിച്ചവരുടെ കാര്യം പറയാൻ വേണ്ട. വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 170 കിലോമീറ്ററോളായിട്ടുണ്ട്. ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ചിട്ട് അവിടെ നിന്ന് നേരെ ഒറ്റ ഡ്രൈവായിരുന്നല്ലോ. ഒരു ചായ കുടിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു തന്നെ പറയാം. ഗൂഗിൾ മാപ്പിൽ പല സ്പോട്ടും നോക്കി, ഒന്നും അങ്ങോട്ട് സെറ്റ് ആവണില്ല. ചിലത് പാർക്കിംഗ് സ്പേസിൻ്റെ ഇഷ്യൂ, ചിലത് ഞങ്ങളുടെ കണ്ണിന് പിടിക്കാത്തതിൻ്റെ ഇഷ്യൂ. അങ്ങനെ പല കാരണങ്ങൾക്കൊടുവിൽ അവസാനം ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സ്പോട്ട് കിട്ടി. നല്ല വിശാലമായ കാർ പാർക്കിംഗ് ഉള്ള ഒരു ബിൽഡിങ്. ഇവിടെ ഹോട്ടലുണ്ട്, റെസ്റ്റോറൻ്റ് ഉണ്ട്. ഇനി ചായ കുടിക്കുകയാണെങ്കിൽ ബേക്കറി ഉണ്ട്. നല്ല വലിയ അക്ഷരത്തിൽ ചായ എന്ന് എഴുതി വെച്ചിട്ടുമുണ്ട്. വേഗം തന്നെ 2 ചായ പറഞ്ഞു. 2 ടീ വേറെ വന്നിട്ട് ഓർഡർ പറഞ്ഞു. ഇവിടെ നല്ല കാറ്റുണ്ട് കേട്ടോ. ആ കാറ്റേൽക്കുമ്പോൾ നമ്മുടെ യാത്രാക്ഷീണമൊക്കെ അലിഞ്ഞില്ലാതാവണ പോലെ നല്ല സുഖം കൊണ്ടിരിക്കുകയാണ്, റിലാക്സ്ഡ് ആവും. ചായ നമ്മുടെ നാട്ടിലെ പോലെ അടിച്ച ചായ എന്നല്ല, പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ ഏത് ചായ കുടിച്ചാലും നല്ല ഉഷാർ തോന്നും. പോരാത്തതിന് ഈ കാറ്റും. ചായ 2 സിപ്പ് അടിക്കുമ്പോഴേക്കും ഫ്രഷ് ആകുമ്പോൾ ശ്രീരാജ അമ്മ എത്തി. അവർക്കും കൂടി കണക്കാക്കി 4 ബജിയും 4 ചായയും പറഞ്ഞു. ദീപുവിനും അമ്മയ്ക്കും ഇവിടുത്തെ ചമ്മന്തി നല്ല ഇഷ്ടമായി. ബജി തണുത്തിട്ടുണ്ടെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചമ്മന്തി ഒരു ആവറേജ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ ഞങ്ങൾ 4 പേർക്കുള്ള ചായ എത്തി. ഇതിന് പുറമെ ഇവിടെ ബദാം മിൽക്കും റോസ് മിൽക്കൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. മൊത്തത്തിൽ ചായയൊക്കെ കുടിച്ച് കാറ്റൊക്കെ കൊണ്ട് ഒന്നുകൂടെ എനർജി സംഭരിച്ചു എന്ന് പറയാം. നല്ല അടിപൊളി ബദാം മിൽക്കും റോസ് മിൽക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഒരു ബജ്ജിയൊക്കെ കഴിച്ച് ചായയൊക്കെ കുടിച്ച് പോകാൻ പറ്റിയൊരു സെറ്റപ്പ്. പിന്നെ റെസ്റ്റോറൻറ്റ് ഉണ്ട് ഇവിടെ, പക്ഷെ ഞങ്ങൾക്ക് അത്ര വിശപ്പായിട്ടില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നിന്നൊരു 3 മണിക്കൂറിലേറെ ഡ്രൈവ് ചെയ്യാനുണ്ട് ശ്രീരാജ അല്ലേ? അപ്പോൾ അഗെയിൻ ശ്രീരംഗത്തേക്ക് യാത്ര തുടരുകയാണ്. അപ്പോൾ ശ്രീ വാഗൈ ബേക്കറി ബായ്.
നേരത്തെ പറഞ്ഞ പോലെ ഇനിയൊരു 3 മണിക്കൂറും കൂടി ഉണ്ട് ശ്രീരംഗത്തേക്ക്. അതിൻ്റെ ഇടയിൽ ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് വളരെ ലൈറ്റായിട്ട് ഒരു ഡിന്നർ കഴിക്കണം എന്നാണ് വിചാരിച്ചിട്ടുള്ളത്. പകൽ കാണുന്ന പോലെയല്ല, രാത്രിയിൽ നോക്കുമ്പോൾ ഈ സ്ട്രീറ്റ് ലൈറ്റ്സും കുറേ വെളിച്ചങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലേ കാണുന്നുള്ളൂ. ഇനിയിപ്പോൾ വരാനുള്ള ഒരു എക്സൈറ്റിംഗ് സംഭവം എന്ന് പറയുന്നത് നമ്മുടെ ഡിന്നറാണ്. അതിന് ഒരു നല്ല സ്പോട്ട് കണ്ടുപിടിക്കണം. നാട്ടിലേക്ക് അങ്ങോട്ട് കടന്നാൽ പിന്നെ നല്ല ദോശയും ഇഡ്ഡലിയും സാമ്പാറും ചട്നികളും ഒക്കെ കിട്ടുമല്ലോ. മാത്രമല്ല യാത്ര ശ്രീരംഗത്തേക്ക് ആയതുകൊണ്ട് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് വെജിറ്റേറിയൻ മതി എന്നാണ് തീരുമാനം. അങ്ങനെ ഒരു 19 കിലോമീറ്റർ പിന്നിട്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ച പോലെ ഒരു സ്പോട്ട് കിട്ടി. ആകെ ഒരു മെനക്കേടുള്ളത് റോഡ് ക്രോസ് ചെയ്തിട്ട് അപ്പുറത്തെ സൈഡിലാണ് ഈ റെസ്റ്റോറൻറ്റ്. ഇവിടെ നിൽക്കട്ടാ, കടന്ന ഓടിയോ. കൊങ്ങു മെസ് എന്നാണ് ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേര്. ഗൂഗിളിൽ അടിച്ച് നോക്കിയപ്പോൾ 4 ഔട്ട് ഓഫ് 5 റേറ്റിംഗ് ഒക്കെ ഉണ്ട്. നല്ല പച്ച കളർ മെനു. അതിൽ വെജ് മാത്രമല്ല കേട്ടാ, നോൺ വെജും ഉണ്ട്. കളയാൻ സമയധികം ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ ദോശ സെക്ഷനിലേക്ക് കടന്നു. അതിൻ്റെ ഇടയിലാണ് എവിടെയും കാണാത്ത മറ്റൊരു ഐറ്റം ഇവിടുത്തെ മെനുവിൽ കണ്ടത്. നമ്മൾ പണ്ട് വീട്ടിലൊക്കെ കഴിക്കില്ലേ, നാളികേരപ്പാലും നൂലപ്പവും അപ്പമൊക്കെ കൂട്ടിയിട്ട്, അതിവിടെ മെനുവിൽ കണ്ടു. അത് എക്സ്ട്രാ, ഇത് എക്സ്ട്രാ നൂലപ്പം കോക്കനട്ട് അല്ലേ. എന്തായാലും ദോശയും ഇഡ്ഡലിയും പൂരിയൊക്കെ പറഞ്ഞതിൻ്റെ കൂടെ എക്സ്ട്രാ ആയിട്ട് നാളികേരപ്പാലും അപ്പവും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങേയറ്റത്ത് ഭക്ഷണം കഴിക്കണ 2-3 അമ്മമാരെ കണ്ടില്ലേ, അവരെ കണ്ടപ്പോൾ എന്തോ ഒരു സന്തോഷം. വളരെ ഫാസ്റ്റാണ് ഇവിടുത്തെ സർവീസ്. ദോശയും സാമ്പാറും 3 ചട്നി എത്തി. ദീപു ഞാനും മസാല ദോശയും, ശ്രീരാജ് പൂരി മസാലയാണ് പറഞ്ഞിട്ടുള്ളത്. അമ്മയ്ക്ക് ഇഡ്ഡലി മതി എന്ന് പറഞ്ഞു. ദോശയും ചട്നി സാമ്പാറൊക്കെ വേറെ ലെവലായിരുന്നു കേട്ടോ. ശ്രീരാജിന് കുറച്ച് മസാല ദോശയും കൂടി ട്രൈ ചെയ്താൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ ബാർട്ടർ സമ്പ്രദായം ഏർപ്പെടുത്തി. നിനക്ക് പൂരിയല്ലേ, നീ കുറച്ച് മസാല തന്നാ പോരെ. അപ്പോൾ ഒരു പൂരി നീ എനിക്ക് തന്നോ. ഇഡ്ഡലി അമ്മാവിടെ ഇഡ്ഡലി വന്നിച്ച്. ഒരു പൂരി കൊടുക്കാം സാർ. ദീപ മസാല എങ്ങനെയുണ്ട് പൂരി, എങ്ങനെയുണ്ട് അമ്മ ഇഡ്ഡലി? ചുരുക്കി പറഞ്ഞാൽ എല്ലാം അടിപൊളിയായിട്ടുണ്ട്. അടിപൊളി. എനിക്ക് തമിഴ് ഫുഡ് വളരെ ഇഷ്ടമാണ്. ശ്രീരാജിന് തമിഴ് ടേസ്റ്റിൽ ചിലതൊക്കെ ഇഷ്ടമാണെങ്കിലും ചിലത് തീരെ പിടിക്കുകയില്ല. എന്നാലും ഞാൻ നിർബന്ധിക്കുമ്പോൾ അവൻ എന്നോടുള്ള സ്നേഹം കൊണ്ട് കുറച്ചൊക്കെ കഴിക്കും. ഈ മുളക് ചമ്മന്തി ആൾക്ക് എന്തായാലും ഇഷ്ടമായിട്ടുണ്ട്. പക്ഷേ പുതിനയുടെ കാര്യം, കുറച്ച് പുതിനാരാ. ശരിയാണ്, കുട്ടിക്കാലത്ത് അവനെപ്പോലെ എനിക്കും പുതിന ഇഷ്ടമുണ്ടായിരുന്നില്ല. പിന്നെ എപ്പോഴോ പുതിനൊക്കെ എൻ്റെ ഫേവറേറ്റ് ഐറ്റമായിട്ട് മാറി. അതിനിടയിൽ അമ്മ കുറച്ച് ദോശയൊക്കെ വാങ്ങിയിട്ട് ഒരു ഇഡ്ഡലി എനിക്ക് തന്നുട്ടാ. പൂ പോലത്തെ ഇഡ്ഡലി. അതിൻ്റെ മേലേക്ക് ഇവരുടെ സാമ്പാറും കൂടി ഒഴിച്ചിട്ട് കുഴച്ചങ്ങോട്ട് അടിച്ചു. ഓ, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നല്ല സോഫ്റ്റ് ഇഡ്ഡലി. തമിഴ്നാട്ടിലെ ഇഡ്ഡലി എന്ന് പറഞ്ഞാൽ പൊന്നു മോനെ വേറെ ലെവല. ഒരു കഷ്ണം ഇഡ്ഡലി ദീപും ടേസ്റ്റ് നോക്കി. ദീപുനും നല്ല ഇഷ്ടമായിട്ടാ. ആദ്യ റൗണ്ട് ഫുഡ് അടി കഴിയുമ്പോഴേക്കും നമ്മുടെ തേങ്ങാപ്പാലും അപ്പവും എത്തി. കുട്ടിക്കാലത്ത് ശ്രീരാജിൻ്റെ വീക്ക്നെസ് ആയിരുന്നു തേങ്ങാപ്പാലും പത്തിരിയും അപ്പമൊക്കെ. കഴിച്ചു നോക്കിയപ്പോൾ ശ്രീരാജിന് നല്ല ഇഷ്ടമായിട്ടാ. വേറൊരു രസകരമായ കാര്യം, ഇവിടുത്തെ ചായ കൊണ്ടുവരുന്നതിൻ്റെ തൊട്ട് താഴെയായിട്ട് കുറച്ച് പാലും കൂടി ഒഴിച്ചിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം ഞാൻ കാണുന്നത്. നല്ല ഉഷാറ് ചായയും കാപ്പിയായിരുന്നു. അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. എന്തായാലും നിർത്തിയ സ്പോട്ട് അടിപൊളിയായി. കൊങ്കു മെസ് അടിപൊളി ഫുഡായിട്ട്. അപ്പോൾ ഇതാണ് ഞങ്ങൾ കഴിച്ച ടോട്ടൽ ബില്ല്. കൊങ്കു മെസ്സിൻ്റെ അവിടെ നിന്ന് വീണ്ടും 1.5 മണിക്കൂർ ഡ്രൈവ് ചെയ്തിട്ട് ഞങ്ങൾ ശ്രീരംഗത്തെത്തി. വരണ വഴിക്ക് ക്ഷേത്രത്തിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു ഹോട്ടലിൽ റൂമും ബുക്ക് ചെയ്തു. 2 ക്ഷേത്രങ്ങൾ ഇവിടെ വിസിറ്റ് ചെയ്യാനാണ് പ്ലാൻ. 1 ശ്രീരംഗനാഥ സ്വാമി ക്ഷേത്രവും 2 ജംബുകേശ്വർ ക്ഷേത്രവും. ഈ കാണുന്ന യു ടേൺ എടുക്കുന്നതോടുകൂടി
നമുക്ക് താമസിക്കാനുള്ള ഹോട്ടൽ എത്തിയിരിക്കുകയാണ്. ചെക്കിനൊക്കെ പെട്ടെന്ന് തീർത്ത് റൂമിലേക്കുള്ള ലിഫ്റ്റ് കയറി. ലാസ്റ്റ് മിനിറ്റിലാണ് ഞങ്ങൾ ഈ റൂം ബുക്ക് ചെയ്യണത്. ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ളതും റീസണബിൾ ആയിട്ടുള്ള റേറ്റ് ഉള്ളതായിട്ടുള്ള റൂമാണ് നോക്കിയത്. റൂം എ സി ഒക്കെയാണ്, പക്ഷെ ബെഡൊന്നും വിചാരിച്ചത്ര ക്വാളിറ്റി ഒന്നുമില്ല. മൊത്തത്തിൽ എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ റൂംസൊക്കെ ഓക്കെ ആണെന്ന് പറയാം. ക്ഷേത്രത്തിലേക്ക് വാക്കിംഗ് ഡിസ്റ്റൻസ് ഉള്ളൂ എന്നുള്ളതാണ് പ്ലസ് ആയിട്ടുള്ള ഒരു കാര്യം. ശ്രീരാജ് ദീപുവിൻ്റെ ഫോണിൽ വൈഫൈ കണക്ട് ചെയ്ത് കൊടുക്കുകയാണ്. വൈഫൈ കണക്റ്റ് ആവണൻ്റെ ആകാംക്ഷയും സന്തോഷവും ഒക്കെയാണ് ഈ കാണുന്നത്. നാളെ പുലർച്ചെ 5:30 അമ്പലത്തിലെത്തണം, 6 മണിക്ക് മുമ്പായിട്ടേ. എന്നെ ഞങ്ങളെ വിളിച്ചേൽപ്പിക്കണം കേട്ടോ. അമ്മ എത്ര മണിക്ക്? 3 മണിയാണ്, 4 മണിയാണ്? അപ്പോൾ 4 മണിക്ക് എറ്റായി. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഞങ്ങൾ പുറപ്പെട്ടതാണ് വീട്ടിൽ നിന്ന്. ഇപ്പോൾ സമയം 12 മണിയൊക്കെ കഴിഞ്ഞു. 1 മണിയായിട്ടില്ല, 12 മണി കഴിഞ്ഞു. ഇനി നേരെ കിടന്ന് ഉറങ്ങി നാളെ പുലർച്ചെ 5 മണിക്ക് എഴുന്നേറ്റ് അമ്പലത്തിൽ പോകണം. അപ്പോൾ ശ്രീരംഗം എത്തുന്നവരുള്ള വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നാളെ പുലരുന്ന മുതൽ അടുത്ത പാർട്ടായിട്ട് കാണാം. ബൈ. जय कोदंड रामावतार रघुवीर श्री